ഇന്ന് ലോകത്ത് മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പഠനങ്ങളുണ്ട്. തനാറ്റോളജി എന്ന് പറയുന്ന ഒരു പഠനശാസ്ത്രം ലോകത്ത് നിലവിലുണ്ട്. തനാട്ട് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ ആ വാക്കിന്റെ അർത്ഥം. മരിക്കുന്ന മനുഷ്യനിൽ മരണത്തോടുകൂടി സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളെ കുറിച്ചും മറ്റും നടത്തുന്ന പഠനമാണ് ഈ തനാറ്റോളജി. 1975 ശേഷം തനാറ്റോളജിയുടെ കീഴിൽ NDE നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പഠന ഗവേഷണ വിഷയം ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും 1975 ശേഷം അമേരിക്ക കേന്ദ്രമായി നിലവിൽ വന്ന ആ ഒരു പഠനശാസ്ത്രം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിനെ പറയുന്നത്. ലോകത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ഡോക്ടർ റൈമണ്ട് മൂഡി, അദ്ദേഹം മരണത്തെ അനുഭവിച്ചവർ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന 150ഓളം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ അനുഭവങ്ങളെ ക്രോഡീകരിച്ച് ലോകത്തൊരു കാലത്ത് ബെസ്റ്റ് സെല്ലറായിരുന്ന 140 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ 12 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ആയിരക്കണക്കിന് ലോകത്ത് ബെസ്റ്റ് സെല്ലറുകളായിരുന്ന പുസ്തകങ്ങൾ ആ വിഷയത്തിൽ രചിക്കുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ വിഷയമായി ഇത് തിരഞ്ഞെടുക്കുകയും ഇതിൽ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ ലോകത്ത് എഴുതപ്പെടുകയും ചെയ്തു. ഇതിൽ അടിസ്ഥാനപരമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മരിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ച് പിന്നെ ജീവിതത്തിലേക്ക് വരുന്ന, ഹാർട്ട് അറ്റാക്ക് വന്ന് പൾസ് പൂർണ്ണമായി നിലച്ച് ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ്, എന്നാൽ അപൂർവമായി പൾസ് നിലച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടും വീണ്ടും ജീവിതത്തിലേക്ക് വന്ന രോഗികൾ, കോമാ സ്റ്റേജിൽ കിടന്ന് പിന്നെ റിക്കവറി ആയ രോഗികൾ, ഡീപ്പ് അനസ്തേഷ്യയിലേക്ക് പോയ മനുഷ്യർ, ഇങ്ങനത്തെ മനുഷ്യരെ കണ്ട് അവർക്ക് ഈ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളെയാണ് ഈ ഗവേഷണത്തിൽ അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അത് ഏതെങ്കിലും മതവിശ്വാസികളിൽ പോയി ഇന്റർവ്യൂ നടത്തി എഴുതിയതല്ല. അതിന്റെ ജേർണലുകൾ വായിച്ചാൽ നമുക്കറിയാം, മതവിശ്വാസികൾ, നിരീശ്വരവാദികൾ, മതത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും അറിവുമില്ലാത്ത 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ആ കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഗവേഷണ ലോകത്തും ഫിസിക്സിന്റെ ലോകത്തും പല മാനങ്ങളിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ നടത്തിയ പഠനങ്ങൾ, ഈ പഠനങ്ങളുടെ എല്ലാം ആകത്തുക, അതിന്റെ കൺക്ലൂഷൻ ഏകദേശം ഒരേ തരത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നാമതായി, ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോയി നമ്മളുടെ ശരീരത്തെ നമ്മൾ തന്നെ കാണുന്ന അനുഭവം, ദ മോസ്റ്റ് ഫ്രീക്വന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അനുഭവം, അത് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. എക്സ്പെഷ്യലി ദ എക്സ്പീരിയൻസ് ഓഫ് ലീവിംഗ് ഔട്ട് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോകുന്ന രംഗം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ മരണാസന്നനാകുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, മരണാസന്നനാകുന്ന സമയത്ത് അവന്